വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് കാമുകന്മാരോടൊപ്പം ഇറങ്ങിത്തിരിച്ച പെൺകുട്ടികളാണ് ദിവ്യ, നേഹ, സുരേഖ. സ്വന്തം സ്വപ്നത്തെ സഫലമാക്കാൻ കൂടെ തന്നെ നിൽക്കുന്ന നല്ല പങ്കാളികളെ കിട്ടിയല്ലോ എന്നോർത്തവർ സന്തോഷിച്ചു. പക്ഷേ അവരുടെ കാമുകന്മാർ മുസ്ലിംസ് ആയതുകൊണ്ട് സുരേഖ ഒഴികെ ബാക്കി രണ്ടുപേർക്കും മതം മാറേണ്ടി വന്നു. തുടർന്ന് മതം മാറിയാലെന്താ, തന്റെ കാമുകന്മാർ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കൂടെ തന്നെ നിൽക്കുമല്ലോ എന്നോർത്തവർ സമാധാനിച്ചു. പക്ഷേ ശരിക്കും ഫൈസാൻ, റഷീദ്, സലീം എന്ന ഇവരുടെ കാമുകന്മാരുടെ ലക്ഷ്യം തന്നെ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റുക എന്നതാണ്. പ്രണയം നടിച്ച് കല്യാണം കഴിക്കുകയും തുടർന്ന് അവരെ മുസ്ലിം മതം സ്വീകരിക്കാൻ നിർബന്ധിതരാക്കുന്നു. മതം മാറിയ ശേഷം പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കാതെ കാമുകന്മാരുടെ കാൽക്കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാക്കുന്നു. തുടർന്ന് പെൺകുട്ടികൾക്ക് കാമുകന്റെ വീട്ടുകാരിൽ നിന്ന് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. നേഹ എന്ന പെൺകുട്ടിയെ അവളുടെ കാമുകന്റെ വീട്ടുകാർ പിന്നീട് അവളെ കാശിനു വേണ്ടി നാട്ടുകാർക്കെല്ലാം വിൽക്കാൻ കൊടുത്തു. അതോടെ നാട്ടുകാരുടെ എല്ലാം പീഡനങ്ങൾ സഹിച്ച് നരകിച്ചിട്ടായിരുന്നു പിന്നീട് അവളുടെ ജീവിതം. ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തെളിവുകൾ മുഴുവൻ പെൺകുട്ടികൾക്കെതിരെ ആയിരുന്നു. പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം കാമുകന്റെ കൂടെ വന്നതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ദിവ്യ എന്ന പെണ്ണിനെ അവളുടെ കാമുകൻ കൊല്ലുകയും സലീമിന്റെ ഉപദ്രവം താങ്ങാൻ സാധിക്കാതെ സുരേഖ സ്വയം ആത്മഹത്യയും ചെയ്തു. നേഹ മാത്രം അവളുടെ കാമുകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് സത്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് പറഞ്ഞു. അതോടെ സത്യങ്ങൾ മുഴുവൻ ലോകം അറിയുകയും ക്രൂരന്മാരായ അവരുടെ കാമുകന്മാരെ പോലീസ് പൊക്കുകയും ചെയ്തു. എന്നിട്ട് മതത്തിന്റെ പേരും പറഞ്ഞ് ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ശിക്ഷിച്ചു.